നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. സർവശ്രുതി ശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജ സൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനകർമ്മ സന്യാസയോഗത്തിൻ്റെ 30 ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. നമുക്കിനി 31 ശ്ലോകം ശ്രദ്ധിക്കാം. ശ്ലോകം 31. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം ന്യായം ലോകോ അസ്ത്യയജ്ഞസ്യ കുതോ അന്യ കുരുസത്തമ. ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇതിൻ്റെ അർത്ഥം, അല്ലയോ കുരുവംശത്തിലെ ശ്രേഷ്ഠനായ അർജുന എന്നാണ് സംബോധന ചെയ്യുന്ന അർജുനനെ. യജ്ഞശേഷം ഏതൊരു അമൃത് ബാക്കിയുണ്ടോ അതിനെ ഉപയോഗിക്കുന്ന യോഗികൾ സത്യസ്വരൂപമായി ഒരിക്കലും നശിക്കാത്ത ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യജ്ഞശേഷം ബാക്കി വരുന്ന ശേഷിക്കുന്ന അമൃത് ഉപയോഗിക്കുന്ന യോഗികൾ സത്യസ്വരൂപമായ ഒരിക്കലും നശിക്കാത്ത ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, ബ്രഹ്മപദം പ്രാപിക്കുന്നു. എന്നാൽ യജ്ഞം ചെയ്യാത്തവർക്കാകട്ടെ ഈ മനുഷ്യ ലോകത്തിൽ സുഖം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അന്യലോകങ്ങളിൽ എങ്ങനെ സുഖമുണ്ടാകാനാണ്? അതായത് ഈ വാക്കുകളുടെ ഉറവിടവും സർവജ്ഞാന ഭണ്ഡാകാരമായ വേദങ്ങൾ തന്നെയാണ്. അഥർവത്തിൽ ഇക്കാര്യം സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അമൃതസ്യ സൃഷ്ടിം എന്നാണ് അഥർവവേദത്തിലെ വാക്യം. ഇഷ്ടമായി വരുന്ന അമൃത കഴിച്ച് ജീവിക്കുന്നവനാകുന്നു എന്നാണ് ഉപദേശം. വാസ്തവത്തിൽ വേദവ്യാസൻ ഗീത രചിക്കുമ്പോൾ വേദതത്വങ്ങളുടെ കാതൽ ചോർന്നു പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു എന്നതാണ് ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് 2-3 ശ്ലോകങ്ങളായി വേദങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്ലോകങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് വേദവ്യാസൻ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 32. ഏവം ബഹുവിധ യജ്ഞ വിദത ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാനേവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇങ്ങനെ ബഹുവിധങ്ങളായ യജ്ഞങ്ങളെക്കുറിച്ച് വേദവാണി വിസ്താരപൂർവം പറഞ്ഞിട്ടുണ്ട്. ഇവർക്കെല്ലാം കർമ്മത്തിലൂടെ ജ്ഞാനമുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ യജ്ഞത്തെ വേദത്തിൽ നിന്നുണ്ടായതാണെന്ന് മനസ്സിലാക്കി നിഷ്കാമകർമ്മം ചെയ്യുന്നതിലൂടെ നീ ഈ സംസാര ബന്ധനത്തെ അറുത്തുമുറിച്ച് മോക്ഷം നേടും. എന്താണ്? യജ്ഞത്തെ വേദത്തിൽ നിന്നുണ്ടായതാണെന്ന്, ഏത് യജ്ഞമായാലും വേദത്തിൽ നിന്നുണ്ടായതാണെന്ന് മനസ്സിലാക്കി നിഷ്കാമകർമ്മം ചെയ്യുന്നവന് ഈ സംസാര ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോക്ഷം ലഭിക്കും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകത്തിലെ പദങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. ബ്രഹ്മണ മുഖേ എന്നാൽ വേദത്തിൻ്റെ മുഖം എന്നർത്ഥം. വേദവാണിയിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളെയാണ് ഭഗവാൻ ഇവിടെ വിവരിച്ചതെന്ന് മനസ്സിലാക്കാം. ഗീതയിലെ ഈ അധ്യായത്തിലെ 27 മുതൽ 31 വരെ ശ്ലോകങ്ങളിൽ പ്രധാനമായും ബ്രഹ്മയജ്ഞം, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം എന്നിങ്ങനെ അവയെക്കുറിച്ചെല്ലാം നിശ്ചിതമായ രൂപത്തോടെ ഭഗവാൻ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ബ്രഹ്മയജ്ഞത്തിന് 3 അർത്ഥങ്ങളുണ്ട്. പരമാത്മയജ്ഞം, ജീവാത്മയജ്ഞം, ജ്ഞാനയജ്ഞം എന്നിങ്ങനെ ബ്രഹ്മയജ്ഞം ദ്വിജന്മാർ അനുഷ്ഠിക്കുന്നതാണ്. ഇതിനെ നമുക്ക് ജ്ഞാനയജ്ഞം എന്ന് വിളിക്കാം. ഈ ജ്ഞാനയജ്ഞത്തിനും 2 ഭേദങ്ങളുണ്ട്. ഒന്ന് ഭൗതികമായ ജ്ഞാനയജ്ഞം, ഇതിനെ വിജ്ഞാനയജ്ഞം എന്ന് വിളിക്കാം. രണ്ടാമത്തേത് മോക്ഷജ്ഞാന യജ്ഞമാകുന്നു.
ഭൗതിക ജ്ഞാനയജ്ഞത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട പദാർത്ഥങ്ങളുടെ വിദ്യ കരസ്ഥമാക്കി പ്രാപഞ്ചിക സുഖ വൃദ്ധി നേടുന്നു. രണ്ടാമത്തേതാകട്ടെ മോക്ഷജ്ഞാനയജ്ഞമാണ്. ഇതിലൂടെ ശാന്തിയും ബ്രഹ്മീസ്ഥിതിയും കൈവരിക്കാൻ കഴിയുന്നു. കാര്യം അഥർവവേദത്തിലുമെല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം നമുക്ക് കാണാൻ ഭഗവാൻ അവസരമുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും ശുഭ സുദിനം.